وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ. പക്ഷേ ദൈവം ഏകനാണെന്ന് സുവ്യക്തമായി വിളിച്ചോതുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളുണ്ടായിട്ടും ചില ജനം അല്ലാഹുവല്ലാത്ത ചിലരെ അവന്റെ സമന്മാരായി സങ്കൽപ്പിക്കുന്നു. അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളാവട്ടെ സർവോപരി അല്ലാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. കഷ്ടം! ശിക്ഷയെ മുന്നിൽ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം, അതായത് സർവശക്തികളും അധികാരങ്ങളും അല്ലാഹുവിന്റെ മാത്രം കരങ്ങളിലാണെന്നും അല്ലാഹു കഠിനദണ്ഡകനാണെന്നും ഈ അക്രമികൾ ഇന്നു തന്നെ ഗ്രഹിച്ചിരുന്നെങ്കിൽ. അതായത് ചില മൂഢന്മാർ അല്ലാഹുവിന് പ്രത്യേകമായുള്ള ഗുണങ്ങളിൽ ചിലത് മറ്റുള്ളവർക്കുണ്ടെന്ന് സങ്കൽപ്പിക്കുന്നു. ദൈവമെന്ന നിലയ്ക്ക് അടിമകളുടെ മേൽ അല്ലാഹുവിനുള്ള അവകാശങ്ങൾ മുഴുവനായോ ഭാഗികമായോ ആ കൃത്രിമ ദൈവങ്ങൾക്ക് നൽകുന്നു. ഉദാഹരണമായി കാര്യകാരണ ബന്ധങ്ങളുടെ നിയന്ത്രണം, ആവശ്യനിവൃത്തി, ആപത്തിൽ നിന്നുള്ള സംരക്ഷണം, പ്രാർത്ഥനകൾ സ്വീകരിക്കുക, രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുക എന്നിവയെല്ലാം അല്ലാഹുവിന് മാത്രമുള്ള ഗുണങ്ങളാണ്. മനുഷ്യർ അല്ലാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കണം. അടിമത്തം സമ്മതിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കണം. അവനോട് മാത്രം ആവലാതി ബോധിപ്പിക്കണം. അവനോട് മാത്രം പ്രതീക്ഷകൾ ബന്ധിപ്പിക്കണം. അവനിൽ സർവസ്വം അർപ്പിക്കണം. ഇതെല്ലാം അല്ലാഹുവിന് മാത്രമുള്ള അവകാശങ്ങളാണ്. അനുവാദത്തിന്റെയും നിരോധത്തിന്റെയും പരിധികൾ മനുഷ്യർക്ക് നിശ്ചയിച്ചു കൊടുക്കുക, അവരുടെ കർത്തവ്യങ്ങളും അവകാശങ്ങളും നിർണയിക്കുക, അവർക്ക് ആജ്ഞകളും നിരോധങ്ങളും നൽകുക, താൻ നൽകിയ കഴിവുകളും ജീവിതോപകരണങ്ങളും എങ്ങനെ, എവിടെ, എന്തിന് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുക എന്നീ അധികാരങ്ങളും ഭരണാധിപനെന്ന നിലയ്ക്ക് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അടിമകൾ അവന്റെ മാത്രം ആധിപത്യം അംഗീകരിക്കുകയും അവന്റെ വിധിയെ നിയമത്തിന്റെ ഉറവിടമായി സ്വീകരിക്കുകയും കൽപ്പിക്കാനും വിരോധിക്കാനും യോഗ്യനായി അവനെ മാത്രം സമ്മതിക്കുകയും ജീവിത ഇടപാടുകളിൽ അവന്റെ ആജ്ഞയെ മാത്രം നിർണായകമായി കണക്കാക്കുകയും നിർദ്ദേശത്തിനും മാർഗദർശനത്തിനും വേണ്ടി അവങ്കിലേക്ക് മാത്രം മടങ്ങുകയും ചെയ്യുക എന്നതും അല്ലാഹുവിന്റെ അവകാശമാണ്. അവന്റെ ഈ പ്രത്യേക ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മറ്റു വല്ലവർക്കും വകവെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വല്ലവരെയും അല്ലാഹുവിന് തുല്യന്മാരായി ഗണിക്കലാണത്. ഒരു വ്യക്തിയോ സ്ഥാപനമോ പ്രസ്തുത ഗുണങ്ങളിൽ വല്ലതും സ്വയം അവകാശപ്പെടുകയോ ജനങ്ങൾ അവർക്കത് വകവെച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അവരും ദൈവത്തിന്റെ സമന്മാരും സമാന്തര ദൈവങ്ങളുമായി ചമയുകയുമാണ്. അവർ നാവുകൊണ്ട് ദിവ്യത്വം വാദിച്ചാലും ഇല്ലെങ്കിലും. സർവോപരി അല്ലാഹുവിനെ സ്നേഹിക്കുക എന്നതിന്റെ താൽപര്യം അല്ലാഹുവിന്റെ പ്രീതിയിലുള്ള ആഗ്രഹം മറ്റുള്ളവരോടുള്ള പ്രീതിയെ കവിഞ്ഞു നിൽക്കണം എന്നാണ്. അല്ലാഹുവിനോടുള്ള പ്രേമത്തിന്റെ പേരിൽ ബലിയർപ്പിക്കാൻ സാധ്യമല്ലാത്ത വിധം ഒന്നിനോടുമുള്ള പ്രേമം ഹൃദയത്തിൽ സ്ഥലം പിടിക്കരുത്. ഇതത്രേ ഈമാനിന്റെ താൽപര്യം. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. അവന്റെ ശിക്ഷ ലഭിക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്ത് പിന്തുടരപ്പെട്ടിരുന്ന ആചാര്യന്മാരും നായകന്മാരും തങ്ങളുടെ നീതന്മാരെ തള്ളിപ്പറയുന്നു. എന്നാൽ അവർ ശിക്ഷയനുഭവിക്കുക തന്നെ ചെയ്യും. അവരുടെ പരസ്പര ബന്ധത്തിന്റെ കണ്ണികളൊക്കെയും അറ്റുപോകും. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. ഈ ലോകത്ത് അവരുടെ അനുയായികളായിരുന്നവർ ഇങ്ങനെ കേണുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഞങ്ങൾക്ക് ഒരവസരം ലഭിച്ചെങ്കിൽ ഇവർ ഇന്ന് ഞങ്ങളെ കൈയൊഴിച്ചതുപോലെ ഇവരെ ഞങ്ങളും കൈയൊഴിച്ചു കാണിച്ചു കൊടുക്കുമായിരുന്നു.
അങ്ങനെ ഈ ജനം ഇഹലോകത്തനുവർത്തിച്ച ചെയ്തികളെല്ലാം അള്ളാഹു അവർക്ക് ഖേദകരങ്ങളായി കാണിച്ചു കൊടുക്കും. നരകത്തീയിൽ നിന്ന് പുറത്തു പോരാൻ അവർ ഒരു മാർഗവും കണ്ടെത്തുന്നതുമല്ല. പൂർവ്വ സമുദായങ്ങളുടെ വ്യതിയാനത്തെക്കുറിച്ച് മുസ്ലിങ്ങൾ ബോധവാന്മാരാകണം. നേതാക്കളെ വിവേചിച്ചറിഞ്ഞ് തെറ്റായ വഴിക്ക് നയിക്കുന്നവരെ സൂക്ഷിക്കണം. ഇതിനുവേണ്ടിയാണ് വഴിതെറ്റിക്കുന്ന നേതാക്കളുടെയും അജ്ഞരായ അനുയായികളുടെയും പരിണാമം ഖുർആൻ എടുത്തു പറഞ്ഞത്. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ജനങ്ങളെ, ഹിതകരവും ശുദ്ധവുമായി ഭൂമിയിൽ എന്തെല്ലാമുണ്ടോ അതൊക്കെയും തിന്നുകൊള്ളുവിൻ. ചെകുത്താനുപദേശിക്കുന്ന വഴികൾ പിന്തുടരാതിരിക്കുവിൻ. അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവല്ലോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളുടെയും അനിസ്ലാമിക ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ നിബന്ധനകളും കൈയൊഴിക്കണമെന്നർത്ഥം. إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون. തിന്മയും നീചവൃത്തികളുമാണ് അവൻ നിങ്ങളോട് അനുശാസിക്കുന്നത്. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവ ദൈവികമാണെന്നതിന് ഒരു തെളിവും ന്യായവുമില്ല. അന്ധവിശ്വാസ ജഡിലമായ ആചാരങ്ങളും നിബന്ധനകളുമെല്ലാം അള്ളാഹു അറിയിച്ച മതകാര്യങ്ങളാണെന്ന് ധരിക്കുന്നത് പൈശാചിക പ്രലോഭനത്തിന്റെ ഫലം മാത്രമാണ്. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. അള്ളാഹു അവതരിപ്പിച്ച വിധികൾ പിൻപറ്റുവിൻ എന്നു പറയുമ്പോൾ അവർ പറയുന്നു, ഇല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആചരിച്ചു കണ്ട അതേ മാർഗമേ ഞങ്ങൾ പിന്തുടരൂ. പൂർവ്വപിതാക്കൾ ഒന്നും ഗ്രഹിക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും ഇവർ അവരെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയോ? അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ന്യായീകരിക്കാനായി അവരുടെ പക്കലുള്ള തെളിവ് തങ്ങളുടെ പൂർവികരും കാരണവന്മാരും അപ്രകാരം ചെയ്തു വന്നിരുന്നു എന്നത് മാത്രമാണ്. ഒരു നടപടിക്രമത്തിന്റെ സാധുതയ്ക്ക് ഈ തെളിവ് മാത്രം മതിയെന്നാണ് വിഡ്ഢികൾ ധരിച്ചിരിക്കുന്നത്.